ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാണുന്ന റേഞ്ച് റോവറിൻ്റെ സ്പോട്ടാണ്. അപ്പോൾ സ്പോട്ടിൽ എങ്ങനെയാണ് നമുക്ക് ക്രൂയിസും അതേമാതിരി തന്നെ ലിമിറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന വാഹനത്തിൻ്റെ എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലിമിറ്റിന് വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെറ്റ് എന്നുള്ള ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ പോകുന്നത്, ഇപ്പം 60ൻ്റെ സ്പീഡാണെങ്കിൽ നമുക്ക് അതിനുശേഷം നമ്മൾ ആക്സിലേറ്റർ എത്ര കൊടുത്തു കഴിഞ്ഞാലും ആ സ്പീഡിന് മുകളിലോട്ട് പോകത്തില്ല. ഇതിപ്പോൾ ഞാൻ 63 സെറ്റ് ചെയ്ത് അതിനുശേഷം എത്രയായാലും അതിന് മുകളിലോട്ട് പോകുന്നില്ല. ഇനി അതിപ്പം ക്യാൻസൽ ചെയ്തു. ഇനി അതേമാതിരി തന്നെ നമുക്ക് ഇതിൻ്റെ ലൈൻ ചേഞ്ചിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ ചേഞ്ചിൻ്റെ ഇത് കണ്ടല്ലോ, ആ ലൈൻ ചേഞ്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടാതെ ലൈൻ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ വീണ്ടും ആ സ്റ്റിയറിങ് കറക്റ്റ് പൊസിഷനിൽ വരുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ക്രൂസിന് പ്രത്യേകം സ്വിച്ച് കൊടുത്തിട്ടില്ല. ഈ സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രൂയിസിലോട്ട് മാറുന്നതാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ക്രൂയിസ് ഞാൻ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ലൈൻ ചേഞ്ച് നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാതെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വാണിംഗ് വരുന്നതാണ്. അതേമാതിരി തന്നെ സ്റ്റിയറിങ് ഓട്ടോമാറ്റിക് സ്ട്രെയിറ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുന്നതുമാണ്. ഇതിപ്പോൾ കണ്ടല്ലോ, ഞാനൊന്ന് സ്റ്റിയറിങ് ഒന്നും ചെയ്യാതെ തന്നെ സ്റ്റിയറിങ് കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സ്ട്രെയിറ്റ് വീലിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ജർമ്മൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ മല്ലു വണ്ടിപ്പിടിക്കാന്ന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം വീഡിയോകൾ നിങ്ങൾക്കിതിൽ കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.